നമസ്കാരം. പ്രധാന വാർത്തകൾ. ബൈക്കിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ച 42 ലക്ഷം രൂപയുമായി യുവാക്കൾ പിടിയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ട്രാഫിക് പോലീസ് സംഘവും വാളയാർ അതിർത്തിയിൽ നടത്തിയ പരിശോധനയിൽ കള്ളപ്പണം പിടികൂടി. 42 ലക്ഷം രൂപയാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 2 പേരെ അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്ര സ്വദേശികളും നിലവിൽ പുലാമന്തോളിലും കൊപ്പത്തും താമസിക്കുന്ന വിജയകുമാർ, രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനധികൃത പണം കടത്ത് തടയാൻ ജില്ലയിലെ സംസ്ഥാന അതിർത്തികളിൽ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് കോയമ്പത്തൂരിൽ നിന്ന് 2 പേരും ബൈക്കിൽ പുലാമന്തോളിലേക്ക് എത്തിയത്. ഇവരെ തടഞ്ഞ പോലീസ് രേഖകൾ പരിശോധിച്ചു. സംശയം തോന്നിയതിനെ തുടർന്ന് വിശദമായ പരിശോധന നടത്തി. ഈ ഘട്ടത്തിലാണ് വാഹനവും പരിശോധിച്ചത്. ബൈക്കിൽ രഹസ്യ അറയുണ്ടാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത്. സംസ്ഥാനത്ത് 2 ഇടങ്ങളിലായി വാഹനാപകടം. മരണം 3 ആയി. വാഹനാപകടങ്ങളിൽ 2 വിനോദസഞ്ചാരികളടക്കം 3 പേർ കൊല്ലപ്പെട്ടു. ഇടുക്കി വട്ടക്കണ്ണിപ്പാറയിലും പെരുമ്പാവൂരിലുമാണ് അപകടം നടന്നത്. വട്ടക്കണ്ണിപ്പാറയിൽ വിനോദസഞ്ചാരികളുടെ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 35-കാരി റെജീന, സംഘത്തിലുണ്ടായിരുന്ന 7 വയസ്സുകാരി സന എന്നിവരാണ് മരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പാവൂർ വട്ടക്കാട്ടുപടിയിൽ കാർ ലോറിക്ക് പിന്നിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ചാണ് മറ്റൊരു അപകടമുണ്ടായത്. ഈ സംഭവത്തിലാണ് കാർ യാത്രക്കാരനായ മലപ്പുറം സ്വദേശി 26-കാരൻ ജുനൈദ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റ് 5 പേരെ പരിക്കുകളോടെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാനമന്ത്രിയെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ്, കേസെടുത്ത പോലീസ്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് യുവാവിനെതിരെ കേസെടുത്ത പോലീസ്. സോളിഡാരിറ്റി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നബീൽ നാസറിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. നബീൽ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ളവയെ വിമർശിച്ചായിരുന്നു പോസ്റ്റ് ഇട്ടത്. വിദ്വേഷ പ്രചാരണം ഉൾപ്പെടെയുള്ള വകുപ്പുകളിട്ടാണ് പോലീസ് നബീലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അന്തസ്സ് ഹനിച്ചു, സൽപ്പേര് കളങ്കപ്പെടുത്താൻ ശ്രമിച്ചെന്നും എഫ്ഐആറിൽ പരാമർശമുണ്ട്. യുവതിയെ കാറിൽ പിന്തുടർന്ന് ശല്യം ചെയ്ത പോലീസുകാരന് സസ്പെൻഷൻ. തൊടുപുഴയിൽ യുവതിയെ കാറിൽ പിന്തുടർന്ന് ശല്യം ചെയ്യുകയും അശ്ലീല ചേഷ്ടകൾ കാട്ടുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയായ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. കുളമാവ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പെരിങ്ങാശ്ശേരി OM മർഫിയാണ് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ ഇയാൾക്കെതിരെ കേസെടുത്ത കരിമണ്ണൂർ പോലീസ് ഇന്നലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബുധനാഴ്ച വൈകുന്നേരം 6:15-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൊടുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയുള്ള യുവതി കരിമണ്ണൂർ പഞ്ചായത്ത് കവലയിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോയപ്പോഴാണ് യുവതിയെ പോലീസുകാരനും മറ്റൊരാളും കാറിൽ പിന്തുടർന്ന് ശല്യം ചെയ്തത്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഷോപ്പിംഗ് മാളിൽ ആക്രമണം. അക്രമി 5 പേരെ കുത്തിക്കൊന്നു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കുത്തേറ്റവരിൽ 9 മാസം പ്രായമുള്ള കുഞ്ഞുമുണ്ട്. അക്രമിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് വെടിവെച്ച് കൊന്നു. ഭീകരാക്രമണമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. സിഡ്നിയിലെ വെസ്റ്റ് ഫീൽഡ് ബോണ്ടി ജംഗ്ഷൻ മാളിലാണ് അക്രമമുണ്ടായത്. കത്തിയുമായി എത്തിയ അക്രമി മാളിലുണ്ടായിരുന്ന നിരവധി പേരെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവ സമയത്ത് 100ഓളം പേരാണ് മാളിലുണ്ടായിരുന്നത്. ആക്രമണത്തെ തുടർന്ന് പലരും മാളിലെ സൂപ്പർ മാർക്കറ്റിലാണ് അഭയം തേടിയത്. ഏകദേശം 1 മണിക്കൂറോളം ജനങ്ങൾ ഇവിടെ ഒളിച്ചിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. ട്രെയിൻ തട്ടിപ്പരിക്കേറ്റ കാട്ടാന ചരിഞ്ഞു. മലമ്പുഴയിൽ റെയിൽപാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടിപ്പരിക്കേറ്റ കാട്ടാന ചരിഞ്ഞു. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ആനയുടെ മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ കൊട്ടക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ട്രെയിൻ തട്ടി ആനയ്ക്ക് പരിക്കേറ്റത്. ആനയ്ക്ക് നിസ്സാര പരിക്ക് മാത്രമാണ് ഉള്ളതെന്നായിരുന്നു ആദ്യം വെറ്റിനറി സർജൻ പരിശോധനയിൽ കണ്ടെത്തിയത്. വലത്തെ പിൻകാലിന്റെ അറ്റത്തായിരുന്നു പരിക്കേറ്റത്. കാടിനുള്ളിലെ താൽക്കാലിക കേന്ദ്രത്തിൽ സംരക്ഷിച്ചുകൊണ്ട് നിലവിൽ മരുന്നും മറ്റ് ചികിത്സയും നൽകുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ ആനയുടെ ആരോഗ്യനില വഷളായതായും റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഭാര്യ സഹോദരന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മണ്ണാർക്കാട് ആണ്ടിപ്പാടം പോത്തില്ലത്ത് ഹാരിസാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഹാരിസിന്റെ ഭാര്യ സഹോദരൻ കല്ലാങ്കുഴി തൃക്കളൂർ മനക്കലക്കുടി സുധീറിനെ മണർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുന്നാൾ ദിനത്തിൽ സഹോദരിയെയും മകളെയും ഹാരിസ് മർദ്ദിച്ചത് സുധീർ
സുധീർ ചോദ്യം ചെയ്തിരുന്നു. തുടർന്നുണ്ടായ തർക്കത്തിൽ വിറക് കൊള്ളുകൊണ്ട് സുധീർ ഹാരിസിനെ തലയ്ക്കടിക്കുകയായിരുന്നു. അടിയേറ്റ ഹാരിസിനെ പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലായിരുന്ന ഹാരിസ് വെള്ളിയാഴ്ചയാണ് മരിച്ചത്. വന്ദേ ഭാരതിലെ നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പാറ്റ. ചിത്രവുമായി നടൻ മുരളി മേനോൻ. വന്ദേ ഭാരതിലെ നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന കുറിപ്പോടെയാണ് മുരളി മേനോൻ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. തനിക്ക് കിട്ടിയ മുട്ടക്കറിയിൽ നിന്നുമാണ് പാറ്റയെ ലഭിച്ചതെന്ന് മുരളി മേനോൻ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. വന്ദേ ഭാരതിലെ ഭക്ഷണത്തെക്കുറിച്ച് നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. വരും മണിക്കൂറിൽ 10 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ 10 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കൂടാതെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സിദ്ധാർത്ഥ കേസുമായി ബന്ധപ്പെട്ട് CBIയുടെ ഡമ്മി പരിശോധന. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റൽ ശുചിമുറിയിൽ CBIയുടെ ഡമ്മി പരിശോധന. CIG ലൗലി കട്ടിയാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശാസ്ത്രീയ പരിശോധന. ദില്ലിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും ഹോസ്റ്റലിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ 9:30 CBI സംഘം പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെത്തി. സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനം നേരിട്ട മുറി, ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായ നടുമുറ്റം, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി എന്നിവിടങ്ങളിലെല്ലാം അന്വേഷണ സംഘം പരിശോധന നടത്തി. സിദ്ധാർത്ഥിന്റെ തൂക്കവും ഉയരവുമുള്ള ഡമ്മി എത്തിച്ചായിരുന്നു ശാസ്ത്രീയ പരിശോധന. സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് ഉള്ളവരെയെല്ലാം CBI ആവശ്യപ്പെട്ടതിനനുസരിച്ച് എത്തിച്ചിരുന്നു.